നമ്മളെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിൽ നടക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ ദേവസ്വം അസിസ്റ്റൻറ്റ് കമ്മീഷണർ പ്രവീൺ പറഞ്ഞു, കഴകക്കാരനായിട്ട് ബ്രാഹ്മണൻ തന്നെ വന്നാൽ മതിയെന്ന്. എവിടെ? വൈക്കം ക്ഷേത്രത്തിൽ. ഞാനത് കേട്ട് ഞെട്ടുകയാണ് ചെയ്തത്. കേരളത്തിൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ക്ഷേത്രപ്രവേശന നിഷേധം, അതിനൊക്കെതിരെ അതിശക്തമായിട്ട് പോരാട്ടം നടത്തിയ ഒരു ക്ഷേത്രമാണ് വൈക്കം ക്ഷേത്രം. അവിടുത്തെ ഇന്നത്തെ 2026 കഴകം നിയമനത്തിൽ പഴയകാലത്തെങ്ങോ മരിച്ചു പോയിരിക്കുന്നതായിട്ടുള്ള ജാതിഭ്രാന്തിൻ്റെ പ്രേതം കയറി തുള്ളുന്ന കാഴ്ച നമ്മൾ കേൾക്കും. ബ്രാഹ്മണൻ മതി കഴകത്തിൽ. ഇതിനെതിരെ അതിശക്തമായിട്ട് പൊട്ടിത്തെറിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറാണ്. ജയകുമാർ പറഞ്ഞു, താൻ ഏത് കാലത്തോടെ ജീവിക്കുന്നത്, എന്താണെന്ന് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. വളരെ ഗൗരവമായിട്ട് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്നും ജാതിവാദം വേണോ വേണ്ടേ എന്നുള്ളത്. എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്നത്? ഇതിനകത്ത് ജയകുമാറിൻ്റെ തീരുമാനം നമ്മുടെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഒരു ആദരവും വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം അയാളത് വളരെ കൃത്യമായിട്ട് പ്രവീൺ ചോദിച്ചു, ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, എന്താണോടോ ബ്രാഹ്മണൻ, അതിനെപ്പറ്റി ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം വൈക്കം ക്ഷേത്രം കൂടാ, ഇപ്പോൾ പി എസ് മാഷ് പറഞ്ഞതുപോലെ വൈക്കം ക്ഷേത്രത്തിന് ഒത്തിരി ചരിത്രമുണ്ട്. ഇതേപോലെയുള്ള നെറികേടുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാചാരത്തിന് എതിരെ സമരം നയിച്ചിട്ടുള്ളതും മാറ്റം വരുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രദേശം വൈക്കം അല്ലേ? അത് കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബ്രാഹ്മണ ഇല്ലം, ആ ഇല്ലത്തിന്റെ പേരുന്നത് ഇണ്ടന്തുരുത്തി മന. അവിടെയാണ് അയാളാണ് ഏറ്റവും കൂടുതൽ അയാളായിരുന്നു അതിന്റെ അധികാരി, ഈ ക്ഷേത്രത്തിന്റെ അധികാരി. ഈ ക്ഷേത്രത്തിന്റെ മതവിൽ ഏറ്റവും വലിയ ജാതീയ ഉച്ചസ്ഥയിൽ എത്തിച്ച് അല്ലെങ്കിൽ ആ കോമരം തുള്ളിച്ചുകൊണ്ടിരുന്ന ആൾ അയാൾ. എനിക്ക് തോന്നുന്നു ഈ ഗാന്ധിജി അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിന്റെ വെളിയിലിരുത്തി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഗാന്ധിജിയുടെ ഗാന്ധി ഇരുത്താൻ വേണ്ടി അയാൾ പ്രത്യേകമായിട്ടുള്ള ഒരു ഇല്ലത്തിനകത്ത് കയറ്റിയില്ല, പുറത്തൊരു സ്ഥലം പുതിയതായിട്ട് പണിത് അവിടെ ഇരുത്തി. അപ്പം ആ രീതിയിൽ ചിന്തിച്ചിട്ടുള്ളവൻ, ആ രീതിയിൽ കാര്യങ്ങൾ നയിച്ചിട്ടുള്ളവൻ, ആ പ്രദേശത്തെ ജനം ഇറങ്ങി അല്ലെങ്കിൽ ജനത്തിന് ബോധം വന്ന് അതിന് മാറ്റം വരുത്തിയ ഒരു പ്രദേശത്ത് വീണ്ടും ഇത് സംസാരിക്കുന്നു. മാത്രവുമല്ല ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആ രീതിയിൽ നിന്ന ആ ബ്രാഹ്മണ കുടുംബം ഇന്ന് ആ മന നശിച്ച് നാരായണക്കല്ലായി അല്ലെങ്കിൽ ഇല്ലായ്മയായി. ആ മന ഇന്ന് ചെത്തു തൊഴിലാളി യൂണിയന്റെ ഓഫീസാണ്. ചെത്തു തൊഴിലാളി യൂണിയന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അപ്പം ഇയാൾ വിച്ചിരുന്ന ആചാരവും ഇയാൾ ആചാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അമ്പലവും അവിടുത്തെ ദേവനും ഒന്നും ഇയാളുടെ ഭാഗമല്ല എന്നുള്ളത് ആ ദൈവവിശ്വാസി എന്നുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവിടെയാണ് വീണ്ടും ഈ ജാതിക്കോമരങ്ങളുടെ ശിഷ്ടങ്ങൾ ഉള്ളത്, ആ അമ്പലത്തിനകത്തുള്ളത്, പ്രവീൺ കുമാർമാരുള്ളത്. മനസ്സിലായത്? ഇവനൊക്കെ ആദ്യമേ മനസ്സിലാക്കണം. അമ്പലത്തിൽ കയറി അവിടുത്തെ സാധനവും മോട്ടിച്ച് ചാപ്പാട് പഠിക്കുമ്പോൾ എന്താണ് വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അമ്പലം എന്താണ്, ബ്രാഹ്മണൻ എന്താണ്, ദേവൻ എന്താണെന്ന് പഠിക്കണം. അവൻ ആദ്യമേ ഇവിടെ ബ്രാഹ്മണൻ വേണമെന്ന് പറയുന്ന ഇടത്ത് ഇരിക്കുന്ന മഹാദേവൻ ഏത് ജാതിയാന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടോ? മഹാദേവന്റെ ചരിത്രം മനസ്സിലാക്കണം. അപ്പം ആ രീതിയിൽ കാര്യം കൃത്യമായിട്ടുള്ള മറുപടിയാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഇവൻ കണ്ടിട്ട് ഏത് ബ്രാഹ്മണനെ അവൻ കണ്ടിട്ടുള്ളത്? ഇവൻ കണ്ട ഏറ്റവും വലിയ ബ്രാഹ്മണനെ, ഇവൻ അറിയാവുന്ന ബ്രാഹ്മണനെ, ഇവൻ ബ്രാഹ്മണനായിട്ട് കണ്ട് വണങ്ങിയിട്ടുള്ള ബ്രാഹ്മണനാണല്ലോ ഇപ്പൊ അകത്ത് കിടക്കുന്ന താഴ്മൺ തലത്തിൽ അല്ലെങ്കിൽ തന്ത്രി. അതെ, മോഹൻ കണ്ടിട്ട് അല്ലേ? ഏടെ പേരങ്ങനല്ലേ? തന്ത്രി രാജീവ് മോഹൻരായുടെ ചേട്ടനാ രാജീവരാണല്ലോ ഇയാൾ. മോശമല്ലോ എന്നല്ല കണ്ടിട്ടുള്ള. അയാൾ ചെയ്തിട്ടുള്ള പണി എന്തുവാ? അയാൾ ഏറ്റവും വേണ്ടപ്പെട്ട അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കേസ് വന്നിട്ടുള്ള അമ്പലത്തിന്റെ കാര്യം വെളി വന്നിട്ടുള്ളൂ. ഇയാൾ ഏൽപ്പിച്ചിട്ടിരിക്കുന്ന ഏതാണ്ട് 1500 അമ്പലങ്ങളും 150ഓളം ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലും താന്ത്രികമുള്ളവനാ. ഇവിടുന്ന് അയ്യപ്പൻ്റെ അവിടെ നടത്തി അതിന് അന്വേഷണം വന്നുകൊണ്ടാണല്ലോ ഇതിനകത്ത് ഈ പറയുന്ന വാജിവാഹനത്തിൻ്റെയും 18-ാം പടിയുടെയും കൊടിമരത്തിൻ്റെയും അഷ്ടദിക്പാലകൻ്റെയും അല്ലെങ്കിൽ വാഹനത്തിൻ്റെയും ദ്വാരപാലക ശില്പത്തിൻ്റെയൊക്കെ ചരിത്രം ഇയാളുടെ പേര് വന്നത്. ഇയാളുടെ അനുവാദത്തോടു കൂടി ഇപ്പോൾ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ജാമ്യ വ്യവസ്ഥയ്ക്കകത്ത് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ആൾ, പോറ്റിയെ കയറ്റിയ ആൾ, ഇനി എല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ള ആൾ, ഇയാളറിയാതെ ഒന്നും നടന്നിട്ടില്ലെന്ന് അയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ പേരാ ബ്രാഹ്മണൻ. അയാളെന്ന് പറയുന്ന ബ്രാഹ്മണനാണെന്നോ ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന പാവം പിടിച്ചവൻ ഈ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ. ഇതിലുള്ള ഗൗരവമായിട്ടുള്ള പ്രശ്നം, ഇത് കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിനകത്തിരുന്ന് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇപ്പോഴും ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ
അവരെ നിലക്ക് നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടാത്തതിൻ്റെ ദുരന്തം മാത്രമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഇത് തിരുത്തണം. ഇതിനെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാൾ വന്ന് നമ്മളുടെ സമൂഹത്തിലെ പഴയകാലത്തെ എന്താണ് രാജകൽപ്പനകളുടെയും രാജകീയമായ ഭരണ സംവിധാനങ്ങളുടെയും കാലമല്ലല്ലോ, അതെല്ലാം മാറി ജനാധിപത്യ സംവിധാനമായി ജനങ്ങളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഈ ജാതിവാദം ഉയർത്താനായിട്ടുള്ള ശേഷി എങ്ങനെയാണ് നമ്മുടെ ഈ ഉദ്യോഗസ്ഥനുണ്ടായതെന്നുള്ള കാര്യം പരിശോധിക്കുന്നു സാറേ. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. ജയകുമാർ പറയുകയല്ലേ വേണ്ട, പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം, ഇനിയും സസ്പെൻഡ് ചെയ്യണം, അന്വേഷണം ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. നടന്നിട്ടില്ലെങ്കിൽ ജയകുമാർ അത് പറയില്ല. തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. ഇത് നമ്മുടെ വേദങ്ങൾക്കോ ഹിന്ദു അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി തുടങ്ങിയ തത്വങ്ങൾക്കോ നിരക്കുന്നതല്ല. ഈ പണ്ട് ആദിശങ്കരാചാര്യർ പണ്ടിങ്ങനെ ഐതിഹ്യ കഥയാണെങ്കിൽ കൂടി അതിലൊരു ഗുണപാഠമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ജാതിഭേദം അദ്വൈതമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആദ്യകാലത്ത് അദ്ദേഹത്തിന് ചില ജാതിഭേദം ഉണ്ടായിരുന്നു. അത് നീക്കാനായിട്ട് ഇപ്പോൾ ശിവരാത്രിയാണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ വൈക്കത്തെയും ഏറ്റുമാനൂരെയും. അവിടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ചണ്ടാലിനെ കണ്ടു. ഹേയ് ചണ്ടാല, മാറി നിൽക്കൂ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ അദ്വൈതം എന്നൊക്കെ പറയുമ്പോൾ എന്താ ചണ്ടാലിനും നിങ്ങളും തമ്മിൽ എന്ത് ഭേദമാണുള്ളത്, എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ചണ്ടാലൻ ശിവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊരു ഐതിഹ്യ കഥയുണ്ട്. ഒരു ഗുണപാഠമാണ്. കാരണം മനുഷ്യനെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അവന് ജാതിഭേദങ്ങൾ എന്ന് പറയുന്നത് കർമ്മത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഡിവിഷൻ ഓഫ് ലേബർ, അതാണ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ചെയ്തതാണ്. അതങ്ങ് ചിലർ കുത്തകയാക്കി വെച്ചുകൊണ്ട് ചെയ്തതാണ്. ഇത് ഏതൊരു ചണ്ടാലിനും വേണമെങ്കിൽ ഈ വേദമന്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് പൂജയ്ക്ക് പോകാമെന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. ആ കാര്യം നടപ്പാക്കുന്നുണ്ട് ശ്രീ രവിശങ്കർ. അതുപോലെ പല പ്രസ്ഥാനങ്ങൾ NSS പോലും അത് നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ ജയിച്ച് പരീക്ഷ പാസ്സായി വരുന്നവരെ അമ്പലങ്ങളിൽ നിയമിക്കണം. ആ രീതിയിൽ ബ്രാഹ്മണ്യ മേധാവിത്വം. അതുകൊണ്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ബ്രാഹ്മണ്യ മേധാവിത്വം തന്നെയാ സാറേ വേണ്ടത് എന്ന് വെച്ചാൽ ഏതാണ്? ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചവരുടെ അല്ല, ജന്മം കൊണ്ടല്ല. അതെ, ജന്മം കൊണ്ട് വന്നവരുടെ അല്ല, കർമ്മം കൊണ്ട് ബ്രാഹ്മണരായവരുടെ നിര നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കണം. അതിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാർ, ഏറ്റവും അർപ്പിത ബുദ്ധിയോടുള്ള ആൾക്കാർ മലയരയന്മാർ തന്നെയാണ്. കാരണം ആ ക്ഷേത്രം അവർ നോക്കിയിരുന്ന കാലത്ത് ഈ വിധത്തിലുള്ള യാതൊരു ഉപജാപങ്ങളും നടന്നിരുന്നില്ല. അത് മാത്രമല്ല, എസ്റ്റേറ്റ് ഉടമകൾ അവിടെ വന്ന് തീ വെച്ചപ്പോൾ അത് കണ്ടുപിടിച്ചത് ഈ മലയരയന്മാർ തന്നെയാണ്. അത് മനസ്സിലാക്കണം. വാസ്തവത്തിൽ അന്ന് ഈ എസ്റ്റേറ്റുകാരെ കൊണ്ട് അയ്യപ്പൻ തന്നെ ചെയ്യിച്ചതാണോ ഇത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ കോൺഗ്രസ് അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ് ഇനി പിരിച്ചുവിടണമെന്ന് പറഞ്ഞ പോലെ ശബരിമല അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ് ഇനി കള്ളന്മാർ കയറി വരും. അവന്മാർ ഇതെന്നെ നശിപ്പിക്കും, എൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കും എന്നുള്ള ബോധ്യം കൊണ്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണോ ഒന്നുപോലും ഇപ്പം സംശയം വരുവാണ്. കാരണം എങ്ങും എത്താത്ത ഒരു അന്വേഷണത്തിൻ്റെ നടുക്കാനും അയ്യപ്പനും അയ്യപ്പ ഭക്തന്മാരും.